ജസ്പ്രീത് ബുംറ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്ന് കാറിൽ പുറപ്പെട്ടു പോയി. എവിടേക്കാണ് പോയതെന്ന കാര്യം അന്വേഷിച്ചപ്പോൾ പുറത്തു വന്ന അഭ്യൂഹം നിസ്സാരമുള്ളതല്ല. ഒരു സ്ഥാനത്ത് വിരാട് കോഹ്ലി ഇന്ത്യൻ ക്യാപ്റ്റനായി ചുമതലയേറ്റപ്പോൾ മറ്റൊരു സ്ഥാനത്ത് ബുംറയെ സ്കാനിങ്ങിനായി അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന വിവരമാണ് ലഭിക്കുന്നത്. രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ സിഡ്നിയിൽ ഇന്ത്യയെ നയിക്കുന്ന ബുംറയെ സ്കാനിങ്ങിനായാണ് ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നാണ് വന്നിരിക്കുന്ന വിവരം. സിഡ്നിയിലെ SSGയിൽ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ അഞ്ചാമത്തെയും അവസാനത്തെയും ടെസ്റ്റിന്റെ രണ്ടാം ദിനത്തിൽ ഇന്ത്യയുടെ സ്റ്റാൻഡിൻ ക്യാപ്റ്റൻ ബുംറ ഒരു നിഗൂഢതയോടെ കളം വിട്ടപ്പോൾ വിരാട് കോഹ്ലി ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. ലോകത്തിലെ ഒന്നാം നമ്പർ ഫാസ്റ്റ് ബൗളർ സ്കാനിങ്ങിനായി ഇന്ത്യൻ ടീം ഡോക്ടർക്കൊപ്പം ഗ്രൗണ്ട് വിട്ടുവെന്ന വിവരം സ്റ്റാർ സ്പോർട്സിൽ സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങളിലൂടെയാണ് അറിയാൻ സാധിച്ചത്. ശനിയാഴ്ച ഉച്ചഭക്ഷണത്തിന്റെ സ്ട്രോക്കിൽ ആദ്യമായി ഫീൽഡ് വിട്ട ബുംറ ഇടവേളയ്ക്ക് ശേഷം ഒരു ഓവർ ബൗൾ ചെയ്യാൻ തിരിച്ചെത്തിയിരുന്നു. എന്നാൽ വീണ്ടും കളം വിടുകയാണ് ചെയ്തത്. പകരക്കാരനായ ഫീൽഡർ അഭിമന്യു ഈശ്വരനെ കളത്തിലിറക്കുകയും ചെയ്തു. ഫീൽഡ് വിടുന്നതിന് മുൻപ് ബുംറ കോഹ്ലിയുമായി പെട്ടെന്ന് സംസാരിക്കുന്നതും കാണാം. ഒരുപക്ഷെ ബൗളിങ്ങിനിടെ താൻ അഭിമുഖീകരിക്കുന്ന അസ്വസ്ഥതയെക്കുറിച്ച് അദ്ദേഹത്തോട് അറിയിച്ചതുമായിരിക്കാം. തുടർന്നാണ് കോഹ്ലി നായകസ്ഥാനം ഏറ്റെടുത്തതും. വേഗത്തിലുള്ള ബൗളിംഗ് മാറ്റങ്ങളുമായി അദ്ദേഹം ഉടൻ തന്നെ കളത്തിലിറങ്ങി. യുവതാരങ്ങളായ പ്രസീദ് കൃഷ്ണയും നിതീഷ് കുമാര റെഡ്ഡിയും നിർണായക മുന്നേറ്റങ്ങളുമായി മുന്നേറിയപ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയയെ 181 റൺസിന് പുറത്താക്കി 4 റൺസിന്റെ ലീഡും നേടിയിരിക്കുകയാണ്. പരമ്പരയുടെ ഫലത്തിൽ ബുംറയുടെ പരിക്ക് ഒരു വലിയ ഘടകമായി മാറിയേക്കാം. ഇന്ത്യയുടെ ഏറ്റവും മികച്ച സ്ട്രൈക്ക് ബൗളർ മാത്രമല്ല, സ്ഥിരം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ഈ ടെസ്റ്റിന്റെ ക്യാപ്റ്റനും കൂടിയാണ് ഇദ്ദേഹം. ബാറ്റിന്റെ മോശം ഫോമിനെ തുടർന്ന് പരമ്പരയിലെ നിർണായകനായി മാറാൻ തീരുമാനിച്ചിരുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ ബുംറയ്ക്ക് പന്തെറിയാൻ കഴിയുമോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ബുംറയുടെ 32ാം വിക്കറ്റായിരുന്നു അത്. ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ ബൗളർമാരിൽ വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികയിൽ അദ്ദേഹത്തെ ഒന്നാമതെത്തിച്ചിരുന്നു. ഇതിഹാസ താരം ബിഷൻ സിംഗ് ഭേദിയുടെ ദീർഘകാല റെക്കോർഡാണ് അദ്ദേഹം തകർത്തത്.